പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കിയ വേല ഇതാ. കാണുന്നില്ല. ഫ്രാൻസിസ് കണ്ണാടി കണ്ടിട്ട് മനസ്സിലായില്ലേ എനിക്ക്? എന്തോന്നല്ലേ കാണിച്ചത്? എന്തോന്നല്ല നീ കാണിച്ചത്? നീ എന്തോ നടിയാടാ അടിച്ചത്? പിന്നെ അല്ലേ ഞാൻ വിചാരിച്ച മുഖംമൂടി കളയെന്ന്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ പാതിരാത്രിയിൽ എന്റെ വീട്ടിൽ എന്തിനാണ് ഈ വലിഞ്ഞു കയറിയത്? കിഴങ്ങ നീയല്ലേ വന്നപ്പോ ഓഫീസിൽ പറഞ്ഞ എക്സ് എന്ന് പറയണ ഒരുത്ത ഇവിടെ കത്തൊക്കെ കൊണ്ടുവരണമെന്ന് നീ പറഞ്ഞ പറഞ്ഞു. അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ എവളെ ടീന ഓഫീസിൽ വന്നപ്പോൾ അവള് പറഞ്ഞ് യാതൊരു ഒരു ചെറുക്കൻ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്, അവൻ ഇവിടെ കിടപ്പ് കിടക്കണമെന്ന്. അപ്പൊ എനിക്ക് തോന്നി ഈ എക്സ് എന്ന് പറയുന്ന അവനായിരിക്കും. അവൻ കത്തെഴുതിയിട്ട് ഇവിടെ വന്ന് കയറി. അപ്പൊ അവനെ പൊക്കാൻ ഞാൻ വന്നത്. അയ്യോ അളിയ അത് അവല്ല, അത് എക്സ് അല്ല, അത് സെബൂട്ടി. യാത് സുബൂട്ടി? നമ്മളെ അവളില്ലേ സെബിമോളില്ലേ, സെബിമോളെ കാമുകൈ. ചിലപ്പോ അവനായിരിക്കും എക്സ്. അവൻ അല്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അവൻ അല്ലെന്ന് എക്സിനാ നിനക്കറിയാം. അപ്പൊ ഒരു വാളിപ്പായില്ല, അവ എക്സ് ഒന്നും അല്ല, എക്സ് വേറെ. എന്തിനല്ലേ ഈ മുഖംമൂടി ഇട്ടുകൊണ്ട് വന്നത്? മുഖംമൂടി ഇട്ടുകൊണ്ട് വന്നത് ആളുകൾക്ക് ഇപ്പൊ ഈ മുഖംമൂടിയെ പേടിയുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇരുട്ടത്ത് വന്നു കഴിഞ്ഞാൽ ആരും എന്നെ പിടിക്കാൻ വരൂല. ഇപ്പൊ കിട്ടിയല്ലേ, സമാധാനമല്ലേ, വെച്ച കിട്ടിയല്ലേ. നിനക്ക് പേടിയില്ല? നിനക്ക് പേടിയില്ലാത്തത് എന്റെ തെറ്റാടാ. ഇങ്ങനെ അടിക്കോടാ ഒരാളെ? ഇങ്ങനെ അടിക്കും. പിന്നെ ഞാൻ മുഖംമൂടി കാരണം പിന്നെ എങ്ങനെ അടിക്കണം? എന്റെ സാറ് പോലും എന്നെ ഇങ്ങനെ അടിച്ചിട്ടില്ല, അറിയാമോ? അതുകൊണ്ട് തന്നെ നന്നായനെ. നീ വല്ലാത്ത പണി എന്നെ കാണിച്ചത്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് കയറി എൻക്വയറി ചെയ്യാം. വാ. എവിടെ എൻക്വയറി നടത്തണ്ടേ? അകത്ത് കയറി നമുക്ക് സാധനം കണ്ടുപിടിക്കണ്ടേ? അതാ അളിയ, രാത്രി പറ്റൂല, നാളെ രാവിലെ വാ. ഓ നിന്റെ സമയത്തിന് ഞാൻ നിൽക്കണോ? അതല്ല, ഇവിടെ പെമ്പിള്ളേർ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അളി എപ്പോൾ കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്നുമല്ല, മുതലാളി അവിടെ നിന്ന് നോക്കി കാണും. മുതലാളി കാണുന്നതും പോയിട്ട് നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ പലതൊക്കെ പറയും. ജയാ, തൃപ്തിയാടാ, എനിക്ക് തൃപ്തിയായി. എനിക്കിത് വേണം. ഇവിടെ കണ്ടടം നിരങ്ങി നടക്കണോ മരം നിനക്ക് വീട്ടിൽ കയറി വല്ല സുബാട്ടിയൊക്കെ വിളിച്ച് വീട്ടിൽ കിടത്താം. സ്വന്തം കൂട്ടുകാരനെ ഈ ഗാറ്റിന്റെ അപ്പുറം കിടക്കാൻ നീ സമ്മതിക്കൂല. പകല് ആർക്ക് വേണ്ടി വരണം? നിന്റെ ആവശ്യത്തിനാണ് ഞാൻ വരണം കേട്ടാ. ഇനി നീ ആയിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഈ എക്സ് എന്ന് പറയുന്നവൻ വന്ന് നിന്നെ കൊന്നാലും റീത്ത് വെക്കാൻ പോലെ ഫ്രാൻസിസ് വരൂല. അങ്ങനെ പറയല്ലേ, ഞാൻ അങ്ങനെ പണയൂ. നീ പോടാ പുല്ലേ. അളിയന്റെ പുളി പോടാ. അടിക്കണ്ടായിരുന്നു. അവനിങ്ങേരാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലേ. എവിടെ നീ പറഞ്ഞ ആള്? എടി ഇപ്പൊ വരുമെന്ന് സമാധാനപ്പെട്. പിന്നെ എന്റെ കൊടുക്കാൻ പൈസ ഒന്നുമില്ല, ഇപ്പഴേ പറഞ്ഞേക്കാം. എടി നീ ക്യാഷ് ഒന്നും കൊടുക്കണ്ട, അതിനൊക്കെ നമുക്ക് സ്പോൺസർ ഉണ്ട്. ആരാള്? അതൊക്കെ ഉണ്ടടി. ദേ വരുന്ന മുതല്. ഹലോ ഗൈസ്, എന്താണ് പരിപാടി? ഒന്നുമില്ലടി, ഇവൾക്കൊരു പാഴ്സൽ വരാനുണ്ട്. ആണോ? തിന്നാൾ എന്തെങ്കിലും ആണോ? തിന്നാനുള്ളതല്ല, കുടിക്കാനുള്ളതാ. പിന്നെ അതിന് ക്യാഷ് നീ കൊടുക്കണം. ഞാനെന്തിനാ ക്യാഷ് കൊടുക്കുന്നേ? എടിയാ സെബാൻ ഇവിടുന്ന് ഓടിപ്പോന്റെ ചെലവല്ലേ. പിന്നല്ലാണ്ട്. ഓഹോ, നൈസിനങ്ങ് എന്റെ തലക്കോട്ടങ്ങ് വെച്ച്. തലക്കോട്ട് വെച്ചല്ല, നീ ഒന്ന് മനസ്സിലാക്കണം. ഇത്രയും നല്ലൊരു സന്തോഷമുള്ള ഒരു മൊമെന്റില് ചെലവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ആഘോഷല്ലേ. കാശ് എന്റെയാ പോണത്. മറ്റേ സെബാന്റെ കാര്യം എന്തായി? നീ ആ കുറങ്ങന്റെ കാര്യം മിണ്ടരുത്. എനിക്ക് അവന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. പ്രേമിക്കാൻ നടക്കുന്ന ഒരു ചെറുക്കന്റെ മൂട്ടില് മറ്റേ മുളക് തിരികെ വെച്ച് സംഭവം ഒക്കെ ആദ്യമായിട്ട് അടിക്കാം. അങ്ങനത്തെ പ്രേമൊക്കെ എന്റെ തലക്കോട്ടങ്ങ് വെച്ചോട്ടാ. അപ്പഴേ നിനക്ക് വേണമെങ്കിൽ ആട്ടിക്കളാക്കാറ്. അത് ഞാൻ ആലോചിക്കാനിരുന്നിട്ടില്ല. ആലോചിക്കണം, ബുദ്ധി വേണം, ജേർണലിസ്റ്റ് ആണ്. ആടി ഇനി ആ വകയ്ക്ക് കൂടെ എന്നെ സഹായിച്ചങ്ങട് ഇല്ലാണ്ടാക്കണം. സാരില്ല, ആടാതിരിക്കുകയോ ചെയ്യട്ടെ. വരാന്ന് പറഞ്ഞ ഐറ്റം അവിടെ. എടി അത് നമ്മുടെ സഹന. ഏത് സഹൻ? നമ്മുടെ പയ്യൻ ഇതിലൂടെ തേരാപ്പാര നടക്കുന്ന നീ പറയാറില്ലേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ തേഞ്ഞ് കിട്ടില്ല, ഇനി കിട്ടില്ല. അത് പോയി പോയി. ദേ എന്തുവാണ് എത്ര നേരായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം. പിന്നല്ലാണ്ട്. അങ്ങനെ പറഞ്ഞോളൂ. പറയണേ നീ ഉടായിപ്പാണ്. അപ്പൊ ഞാൻ പറയും പയ്യ അങ്ങനത്തെ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ
കളി ഇവളിപ്പൊ തന്നെ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് എവിടെ പോയി കിടക്കണായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സഹനെ വിശ്വസിച്ചേ പറ്റും, അവൻ സാധനം എത്തിക്കുന്നു. കടാ എന്നെ കൊച്ചെത്തിച്ചാണ്ട തൊഴിലുറപ്പിനാ പോണേ. അമ്മച്ചി വരെ സുഖം കാണിക്കല്ലേ ഒരുമാതിരി. പൈസ തന്നെ അവൻ പറഞ്ഞോട്ടോ ഞാൻ എന്തോ പിന്നെ ഒരുപാട് അങ്ങ് എണ്ണി തരാന്നെ. ഇതെന്താ ബിയറിന്റെ കുപ്പിയില്? അത് ബിയറിന്റെ ബോട്ടിലാണ് കടൽ ഷാപ്പിലൊക്കെ പറഞ്ഞത്. ഇതൊക്കെ എവിടെ നിന്ന് വരണത്? ആടി ഈ ബോട്ടിൽ തന്നെ വന്നത്. ഇതെന്താ കള്ള് തന്നെ? വേറെ തന്നെ. എന്തുവാ എടാ അയ്യേ എന്തുവാ? തുറന്ന് നോക്ക അങ്ങോട്ട്. അയ്യ അതിന്റെ കൂടെ കിട്ടി ടച്ചിങ്സ് ഫ്രീ. ഒരു കുപ്പി ആകുമ്പോ ഒരു ഒരെണ്ണം. വളരെ നന്ദിയുണ്ട്. നന്ദിയെ കയ്യിൽ വെച്ചിരുന്നേ. കാശ് ചെറുക്കൻ ഇനി ഇവിടെ കിടന്ന് താളം തട്ടുന്നതിന് മുന്നേ സംഭവം കൊടുത്തങ്ങ് ഒഴിവാക്കാൻ നോക്കട്ടെ. എത്രയാ? 700. 700? അതിന് ഇത്ര 700 ചോദിക്കണേ എന്തിന്? പൈസ 700 രൂപ. ഒരു കുപ്പി കള്ള് 700 രൂപ. അത് കുറച്ച് കത്തിയാ. GST ഉണ്ട്, ട്രാവൽസ്. അവരൊക്കെ പോയി. അവര് പോയി 700 രൂപയോ? പൈസ എടുക്കാൻ. എന്റെ ജീപ്പ നമ്പർ അടിക്കും. 79. നല്ല മണം. ഫ്രഷ് കള്ളല്ലേ, അതുകൊണ്ടാ. എടുക്കടാ. സോറി പരിപാടിയോടെ ധൃതി പിടിക്കണ്ട. കൊള്ളാടി നീയൊക്കെ കൊള്ളാം കേട്ടാ. എന്താടി എന്നെ കൂട്ടാണ്ട് നീയൊക്കെ ഒഴിച്ചല്ലേ? രൂപ 700 ആ ചെറുക്കൻ എണ്ണി കൊടുത്തത്. ദേ സംഭവം നിന്റെ ട്രീറ്റ് ആണ്. ഇതിനകത്ത് ചുമ്മാ പന്നത്തരം പറയാണ്ട് ഇരുന്ന് എൻജോയ് ബാ കുടിക്കി. എന്നാ ചേസ് പറയാം ബാ. എന്നാ ബായോ. നോ ചിയേഴ്സ്. നല്ല സെറ്റ് സാധനമാണല്ലോ. മുന്തിരിക്കള പോലെയല്ലേ? മുദ്രികളാണോ? എനിക്ക് ജസ്റ്റ് തോന്നിയതാ. എന്നാലും ഞാൻ ചെരുപ്പ് വാങ്ങാൻ വെച്ച കാശായിരുന്നു. ഏതിതാ? നിനക്ക് ഓൾറെഡി ചെരുപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇനി ചെരുപ്പ്? ഈ ചെരുപ്പ് ജീൻസിന്റെ കൂടെ ഒന്നും തെറ്റാവൂലെന്നേ. എടി അങ്ങനെയൊക്കെ നോക്കുന്നതിന് എല്ലാ ഡ്രസ്സിന്റെ കൂടെ ഒരു ചെരുപ്പുണ്ടോ? ഞാൻ അങ്ങനെ തന്നെയാ. പിന്നെ എനിക്കതൊന്നും പറ്റത്തില്ല. ഞാൻ നല്ല ഫാഷൻ മോഡലാണ്. എടി നീ മറ്റേ കഞ്ചാവ് ബിസിനസ് ഒക്കെ നിർത്തി ഫാഷൻ മോഡലായാ? ഇത് ചാരു അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ആ കൈ ചൂണ്ടിയല്ലുണ്ടല്ലോ. എടി ഒന്ന് വഴക്കുണ്ടാക്കാതിരിക്ക്. നല്ലൊരു മൂഡ് കളയല്ലേ. പിന്നല്ല പിന്നല്ലോ. എടി ഇത് കുടിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ. ഇവിടെ ടിൻ ബിയർ ഒക്കെ ഉണ്ടാവല്ലോ, അതുപോലെ ടിൻ കള്ള് നമുക്ക് ഒരു മാനുഫാക്ചറിങ് ഫാക്ടറി തുടങ്ങിയാലോ? ഒരു സിപ്പ് കയറ്റിയപ്പോ തന്നെ ചേച്ചി കിക്കായ? ഇല്ല, പിന്നെ ഇതൊക്കെ എന്ത്? പിന്നെ എന്തിനാണ് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ നിൽക്കുന്നത്? അതെ, തള്ളുന്നൊക്കെ പറഞ്ഞെന്റെ ദൈവമേ. ആരാ? ഞാനാണ്. ഒട്ടേ മച്ചോ, ഇല്ലെങ്കിൽ ഡൗട്ടോ. ഇതിവിടെ വെക്കടി, ഇതിവിടെ വെക്കടി. അയ്യോ ചോ. അമ്മാവാ എന്തോന്ന് എല്ലാരും കൂടെ റൂം അടച്ചിട്ടിട്ട്? അത് പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന് കഥകൾ പറയാം. അതെ. ശരി. അല്ല അമ്മാവൻ എന്തിനാ വന്നത്? എന്റെ സഭ ഉണ്ടല്ലോ, അവന്റെ കട്ടിലും ബാക്കി സാധനമൊക്കെ അവിടെ കിടപ്പുണ്ട്. എല്ലാം അവൻ എടുത്തോണ്ട് പോകാൻ പറ. ഇനി അവനത് വിളിച്ച് പറഞ്ഞിട്ട് വേണം അടുത്ത എണി അവൻ ഉണ്ടാക്കി തരാൻ. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യാൻ? അമ്മാവൻ അതങ്ങനെ അവിടെ അങ്ങനെ സൈഡിലങ്ങനെ ഒതുക്കി വെക്കാൻ നോക്കും. ശരി. മോളെ എന്തോന്ന് നാറ്റോടി റൂം കുളിച്ച് നാറണ്. പെൺകുട്ടികളായല്ലേ കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ വേണം. അടിച്ച് തൂത്തൊക്കെ ഇട് കേട്ടാ. അല്ല അതാങ്കില് പുളിച്ചു നാറ്റം അതിന്റെ അല്ല, കള്ളി. അത് എടി കള്ളി. ഇതേ ചുമ്മാ എന്നെ പറ്റി അനാവശ്യം പറയാനല്ലേ നീ നോക്കിയത്? എന്റെ അമ്മാവ കള്ളിന്റെ ഒപ്പം കള്ളത്തരം മാത്രം പറയുന്നേ. ദേ ഇവിടെ മൊത്തം അമ്മ കണ്ട നോക്ക്. ദേ ആ സൈഡൊക്കെ നോക്കി ഞാൻ എന്ത് വൃത്തിയിൽ അടിച്ചിട്ടാന്നറിയോ? ഇവളാണ് ദേ ആ ബെഡ്ഷീറ്റ് ഒക്കെ കിടക്കും നോക്ക്, എന്ത് അലങ്കൂലമായിട്ട് കിടക്കണത്. നീ തന്നെ. മതി മതി മതി. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് കൂടല്ലേ, അതുകൂടെ താങ്ങാനുള്ള കഴിവില്ല ഇനി. സത്യം ഒരു കള്ള് നാറും പോലെ നാറുന്നു. എല്ലാം നീറ്റായിട്ടിടേ. ആ എന്താണ് നിന്റെ കേട്? നിനക്ക് എന്തിന്റെ കേടായിരുന്നു? എന്തടി ഒരു കുഴപ്പം? അമ്മാന്റെ കൂടെ നമ്മൾ കഴിച്ചിട്ടുള്ളതല്ലേ. കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് കഴിക്കണാരും അമ്മാവന് ഇഷ്ടപ്പെടുവോ? അവളുടെ വേഷം കെട്ട്. എന്തായാലും ഒരു കണക്കിന് നന്നായി. അല്ല ഇനിയിപ്പോ ഇത് അമ്മാവൻ അറിഞ്ഞിരുന്ന അമ്മാവന് ഇതിന്റെ ഷെയർ കൊടുക്കേണ്ട വന്നേനെ. ഇത് 700 എണ്ണി കൊടുത്ത സാധനമാ. എടി പെണ്ണ, നീ എപ്പോഴും എന്തിനീ 700 എന്ന് പറയുന്നത്? പിന്നെ എന്റെ ആശ.
അടിക്കാം. നിങ്ങൾ നീക്കി വെക്കുക കളിയാ. ചേട്ടാ അത് നീക്കേ. വേണമെങ്കിൽ നിൽക്കും, എനിക്കങ്ങ് വേണം. നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, എൻ്റെ മൂഡ് പോയി. ഉറപ്പാണേ? എനിക്കെന്തോ അടിക്കാൻ തോന്നണില്ല. എന്നാ ചാരുവിൻ്റെ ഗ്ലാസ് എനിക്ക്. മുട്ട വേണ്ടേ? മുട്ട ഇവിടെ ശരിയാകത്തില്ല. രൂപ 700 കൊടുത്തോ? എടാ ആഞ്ഞു വീശടാ. അങ്ങനെല്ലാം അടിയിലിരുന്ന് വീശടാ. നിനക്ക് ശമ്പളമല്ലേ തരുന്നേ? അത് ചക്കക്കുരു ഒന്നും അല്ലല്ലോ. അണ്ണാ ഇതായിരുന്നു ജോലിയെങ്കിലേ ഞാൻ വരില്ലായിരുന്നു കേട്ടോ. നേരത്തെ നിനക്ക് എവിടെയായിരുന്നു ജോലി? എനിക്ക് പമ്പില് റെഡി. പമ്പിലേറടി ആയിരുന്നു. അടിയെന്ന് അടിയുടെ ആയിരുന്നു. അടി അടി അടിച്ചു തരാം ഞാൻ. എടാ നന്നായിട്ട് വീശി അടിയടാ. അടിക്കുമല്ലേ? അടിയെന്നടി. ഓ അണ്ണ എനിക്ക് കാണുമ്പോ എന്താ ഓർമ്മ പറഞ്ഞു മറ്റേ പാട്ട് മത്തിച്ചാറ് മണക്കണ് മണക്കണ് നന്നായിട്ടുണ്ട്, മണക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ. കരിഞ്ഞ അല്പം പോലെ ഉണ്ട്. എന്നാൽ അണ്ണ കരുതുന്നില്ല. നീ വീണ്ടും വന്നാ? ഇതെന്താ അവരുടെ പിറകെ വീശിക്കൊണ്ട് നടക്കണേ? അത് പിന്നെ ചേട്ടായി, സാധാരണ ഈ വെള്ളത്തിനകത്ത് ക്ലോറിന്റെ അംശവും ഇരുമ്പിന്റെ അംശവും എല്ലാം ഉണ്ടാവാറ്. ഇവിടുത്തെ വെള്ളത്തിൽ മുളകിന്റെ അംശമാണ് ചേട്ടായി. തിരിഞ്ഞു പോകും ഈശ്വരാ. പിന്നെ എന്തൊരു കെട്ടിയെടുക്കാൻ ഇങ്ങോട്ട് കയറി വന്നത്? പെട്ടിങ് കടക്ക് എടുക്കാൻ വേണ്ടി വന്നതാ. കുറച്ചാൾ എവിടെങ്കിലേ ഒരു ഐസ് ഫാക്ടറി പോയി കിടക്കാന്നുള്ള ഉദ്ദേശത്തില. ഐസ് ഫാക്ടറി ആക്കണ്ട, ഒരു വലിയൊരു ഐസ് എടുത്തിട്ട് അതിന്റെ പുറത്തങ്ങ് കിടന്നോ. മിക്കവാറും അത് വേണ്ടി വരും. കാറ്റ് കിട്ടുന്നുണ്ടോ? ഓക്കെ പൊക്കിടി. എടാ നിനക്ക് നാണം ഉണ്ടാടാ? നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലടാ ഇങ്ങനെ ഇങ്ങനെ ബാക്കിൽ നിന്ന് വീശിക്കൊണ്ട് നടക്കാൻ. അതിന് ബേസിക്കലി എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നു. അല്ല സാറേ അടിച്ചേ സാറേ. അവിടെ കുഴപ്പമില്ല ഇവിടെ. വീശിക്കോട്ടെ വീശിക്കോട്ടെ. ഇവൻ വീണ്ടും വന്നോ? അയ്യോ പേടിക്കണ്ട മോളെ, ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഇവന്റെ പെട്ടിയും പ്രമാണവും എല്ലാം എടുത്തോണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. ആണോ? അയ്യോ എന്ത് പറ്റി സബാനെ? അതിന് നിങ്ങളടുത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ പറ്റിയെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓ ഇനി വലിയ കാറ്റ് കിട്ടണമെങ്കിൽ ടേബിൾ ഫാൻ മാറ്റി ഫിറ്റ് ചെയ്യാം. ഞാൻ വേറൊരു മണ്ഡലത്തിൽ ഇരിക്കുക. ഞാൻ സാധനമൊക്കെ എടുത്തോണ്ട് പോയിട്ട് വരാം. ആയിക്കോട്ടെ. പോയിട്ട് വരാതെ ഒരു പിക്കപ്പിലും പറഞ്ഞോട്ടെ. പറഞ്ഞു. ചെയ്യും എന്നാലും പറയാം. എനിക്കിഷ്ടം ഐസ് നീണ്ട പീസ്. കറി കാണണ്ട. പോട്ടെ. പാവം ചെറുക്കൻ. എന്നാലും നീ കൊടുത്ത പണി ഇത്തിരി കൂടിപ്പോയി. ആടി അതെന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ ഞാനാണ് ഈ പണി കൊടുത്തത്? എടി ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, നിനക്ക് ശരിക്കും ചെറുക്കൻ ഇഷ്ടമാണോ? എന്നാ പോ ചാരു, പോ ചാരു, പോ ചാരു. വെറുതെ തമാശ പറയുന്നു. ഇടി കുറെ നേരം കൊണ്ട് അതിന്റെ ഫോണിൽ ആരോ വിളിക്കുന്നു. അയ്യോ മദറാണല്ലോ. എടുക്കെടുക്ക്. ഹലോ, ആ മദറേ. ശരിക്കും അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ആ ഞാൻ അങ്ങോട്ടേക്ക് വരാം. മോളെ എന്ത്? ഒന്നുമില്ല അമ്മാവ, ഒന്നുമില്ല. ഒന്നുമില്ലേ മോളെ? എന്താ കാര്യം? എനിക്കെങ്ങനെ അറിയാം? ഫോൺ വന്നപ്പോ ഞാൻ കൊണ്ടു കൊടുത്തു, അത്രേ അറിയത്തുള്ളൂ. അയ്യോ അത് കണ്ണ് നിറഞ്ഞല്ല. എന്ത് പറ്റിയോ? എന്താണെന്ന് അറിയണമല്ലോ. ചാരുമോളെ എന്ത് പറ്റിയേ? ഒന്നുമില്ലേ? ഒന്നുമില്ലതാണ് നീ കരയണേ. എനിക്ക് ചാരു എനിക്ക് മോളെ നീ എന്തിനു കരയണേ? ഗവൺമെന്റ് മാത്രം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞ? നീ പെട്ടെന്ന് പറ മോളെ, എന്തോന്ന് പറഞ്ഞത്? ഇന്ന് രാവിലെ മദറിനൊരു കോള് വന്നെന്ന്. ഏതോ ഒരു സ്ത്രീ ആയിരുന്നെന്നാ പറഞ്ഞ. ഏതൊരു സ്ത്രീയാ? വിളിച്ചിട്ട് എന്നെ പറ്റി കൊറേ തിരക്കിന്ന്. എന്തോന്ന്? എനിക്കറിയില്ല അമ്മാവ. എന്റെ അടുത്ത് ഇങ്ങനെ അമ്മയാന്ന് തോന്നണൂന്നൊക്കെയാ പറഞ്ഞത്. എടി അമ്മയാണെന്ന് സന്തോഷിക്കല്ലേ വേണ്ടേ?
എടി അതല്ലടി ഇത്ര നാൾ ഞാനൊരു ഓർഫനായിട്ടല്ല കഴിഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അമ്മ എന്നൊക്കെ പറയുമ്പോ എനിക്ക് സന്തോഷിക്കാണോ വേണ്ടേ അത് സങ്കടപ്പെടാണോ വേണ്ടതെന്നൊന്നും മനസ്സിലാവണില്ല. മക്കളൊന്നും ചിന്തിക്കണ്ട. ഈ വിളിച്ച് അന്വേഷിച്ചില്ലേ, അവർക്ക് വേണമെങ്കിൽ മോൾ എവിടെ ഒന്ന് കാണാനല്ല. അവരടുത്തൊക്കെ പോവാൻ പറ. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് നമ്മളെ കണ്ടടി. അല്ലെങ്കിൽ ആ അമ്മ ഏതവസ്ഥയിലാന്ന് നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഷാരു അമ്മയെ പോയി കാണണമെന്ന് തന്നെയാ. വേണ്ട വേണ്ട, എന്റെ കൊച്ചിന് ഞാൻ ഒരിടം വിടൂല. ഈ വിളിച്ച ആൾ അമ്മയാണെന്ന് എങ്ങനെ അറിയാം? അമ്മ എനിക്കിതിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഷാരു അങ്ങോട്ട് പോയി കാണണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി പിന്നീട് അവൾക്ക് ഇനി അത് അവളുടെ അമ്മയല്ലെങ്കിലും അവൾക്ക് വിഷമിക്കണ്ടല്ലോ. ഞാനെന്നാ പോയി കണ്ടോട്ടെ അമ്മാവ. എന്താണെന്ന് വെച്ചാച്ചേ, നിങ്ങൾ എന്താണെന്ന് വെച്ചാച്ചേ എന്റെ അടുത്തൊന്നും ചോദിക്കണ്ട. ഷാരു നീ പോയി കണ്ടിട്ട് വാ. ഓർഫണായിരുന്നു. അമ്മാവാ ഞാൻ പോയിട്ട് പറ്റേ? അമ്മാവാ എന്നോടെന്തോന്നും മിണ്ടാത്ത? അമ്മാവാ മോളെ, ഓ നീ പോയിട്ട് വരുവോ? അതാ അമ്മയെ കാണുമ്പോ ഈ അമ്മാവനെ മറക്കോ? ഞാൻ എങ്ങനെ അമ്മാവനെ മറക്കാനാ അമ്മാവാ? അങ്കിളെ അവൾ അമ്മേനെ കാണാനല്ലേ പോകുന്നേ. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ? ഇവളെന്നെ വിളിക്കണത് അമ്മാവാന്നാണെങ്കിലും എനിക്ക് അവള് എൻ്റെ മോളാണ്. അങ്ങനെ നോക്കണ എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്ന് വിളിച്ച എനിക്ക് ഇവളെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്റെ അമ്മാവ ഇനി ഞാൻ എവിടെ പോകുന്ന? ഞാൻ അമ്മാവനോട്ട് എവിടെയും പോവോ? ചാരു പോയിട്ടോ. ഞാൻ പോയിട്ട് വരാം അമ്മാവ. കരയാണ്ടിരിക്ക്. ഇല്ല, ഞാൻ കരയണില്ല. പിന്നെ സൂക്ഷിച്ചൊക്കെ പോണേടി. അത് അവിടെ ചെന്നിട്ട് അവരെങ്ങനെയാ കാണുന്നു അറിഞ്ഞതിന് ശേഷം നീ അവരെ മുമ്പിൽ പോയാൽ മതി കേട്ടാ. അമ്മാവ മക്കൾ പോയിട്ട് ഓക്കെ ആയിട്ടിരിക്കും. ചെല്ലട്ടേടാ.